അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കഥ കേട്ടില്ലേ? ഇന്ന് നമുക്ക് ആ കഥ കേട്ട പാടൊന്ന് വായിക്കാം. അറബി മലയാളമാണ്. നിങ്ങൾക്കറിയാത്ത കുറെ അക്ഷരങ്ങൾ ഈ പാഠത്തിൽ ഉണ്ടാവും കേട്ടോ. നോക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇതിന്റെ ഹെഡിങ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്കൊക്കെ അതറിയാലേ? നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ കേൾക്കാറുണ്ടല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കാം. ഇതിലെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ വരുന്നതാരാണ്? എല്ലാവരും അങ്ങോട്ട് നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അകത്തേക്ക് വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആ കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അകത്തേക്ക് വരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിനയത്തോടെ നിന്നു. ആള് വലിയ പോക്കിരിയൊക്കെയാ, പക്ഷേ നബിയുടെ മുന്നിൽ വിനയത്തോടെ നിന്നു. ഉച്ചത്തിൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതരാണെന്നും, ദൂതര് പറഞ്ഞ റസൂല്, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നു. എല്ലാവരും തക്ബീർ ചൊല്ലി. അപ്പൊ ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. എന്താണ്? ഉത്തരം കണ്ടുപിടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന ആൾ ആരാണ്? ആരാ? ഉമർ. ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ മുന്നിൽ നിന്നത് എങ്ങനെ? വിനയത്തോടെ നിന്നു, പാവായിട്ട് നിന്നു, അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു കലിമ ഷഹാദ ചൊല്ലിയപ്പോൾ തക്ബീർ ചൊല്ലിയത് ആരാണ്? ആ വീട്ടിലുണ്ടായിരുന്ന സ്വഹാബികൾ. ആരാണ്? സ്വഹാബികൾ. ഉമർ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ ചൊല്ലിയത് എന്താണ്? കലിമ ഷഹാദ. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മള് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില പുതിയ അക്ഷരങ്ങളുണ്ട്, അറബി മലയാളം അക്ഷരങ്ങൾ. നോക്കിയാലോ? നഖറ, നമുക്ക് വായിക്കാം. അത് നമുക്ക് ഇതൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ പഠിച്ചൊരക്ഷരമാണല്ലോ ഹ. ഹ ഹ. അതിന് ഒരു പുള്ളി കൊടുത്തു. അപ്പൊ എന്താ? ജ, അല്ലേ? ജ ജ. എന്നാല് 3 പുള്ളി കൊടുത്താലോ? ച. എന്താ വായിക്ക? ച. അപ്പോ ഈ അക്ഷരം നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ അക്ഷരം ഏതാണിത്? ഹ. ഹ. ഇത് നമുക്കൊരു ഫത്ഹ കൊടുക്കാം. ഹ. ഇനി ഇതിന് ഉള്ളിൽ നമ്മൾ ഒരു പുള്ളി കൊടുത്താൽ എന്താ പറയാ? ജ ജ. ഇനി 3 പുള്ളി കൊടുത്താലോ? ച. എന്താ പറയാ? ച ച ച. അപ്പൊ ശ്രദ്ധിച്ചല്ലോ. അതുപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു അക്ഷരമുണ്ട്. ഏതാണത്? നേരത്തെ നമ്മൾ പഠിച്ച ദാൽ. നമുക്കറിയാലോ, ദാൽ, അല്ലേ? നിങ്ങൾക്കറിയാം, ദാൽ. ദാൽ. ഇതിന് നമുക്കൊരു ഫത്ഹ കൊടുക്കാം. ഇപ്പൊ എന്തായി? ദ ദ ദ, അല്ലേ? എന്നാൽ ഇതിന്റെ താഴെ ഒരു പുള്ളി കൊടുത്താലോ? ദ ദ ദ. ഇനി അതിന്റെ അടുത്ത് ഒരു ഹാ കൂടി കൊടുത്താലോ?
ഫത്തഹ് കസറ് ലമ്മൊന്നും ഇല്ലാത്തൊരു ഹ. കാറ്റു പോകാൻ വേണ്ടിയുള്ള അക്ഷര. അപ്പൊ എന്താ വായിക്കുക? ധ ധ ധ. കാറ്റ് വരണം. ധ. അപ്പൊ ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് തന്നെ വരാം. പുസ്തകം എടുക്കൂ, നോക്കാം. നഖ്റ നഖ്റ, വായിക്കാം. എന്താണ് ഒന്നാമത്തെ? നോക്കൂ, അതിന്റെ മലയാളം താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാ? ജ ജ ച. കണ്ടോ? 3 പുള്ളി ഇട്ടപ്പോ ച ച. ഇനി 4 പുള്ളി കൊടുത്താലോ? ഈ അക്ഷരത്തിന് 4 പുള്ളി കൊടുക്കുക. നോക്കണം കേട്ടോ. ഉള്ളില് 3 പുള്ളി, മുകളിൽ 1 പുള്ളി. അപ്പൊ എന്താ പറയാ? ഞ ഞ. എന്താ പറയാ? ഞ ഞാർ ഞായർ. ഞ ഞ ഞ. അപ്പൊ നമുക്ക് നോക്കാം. ച ഞ ഞാ. ഇങ്ങനെ താഴെ ദ. നമ്മൾ പഠിച്ച അക്ഷരാണ് ദ. ഇങ്ങനെ താഴെ 1 പുള്ളി. അടുത്തത് ഒരു ഹ ഉണ്ട് അതിൻ്റെ അടുത്ത്, കാറ്റ് പോകാൻ അല്ലേ. അപ്പൊ ധ ധ. അപ്പോ ഇതിലുള്ള അക്ഷരങ്ങളെ നമ്മള് അറബി മലയാളം അക്ഷരങ്ങൾ, അതായത് മലയാളത്തിലെ അക്ഷരങ്ങൾ അറബിയിൽ എഴുതിയതാണ്. അപ്പൊ അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഒരു 3 വരി നമ്മൾ ആ അക്ഷരം എഴുതണം. എഴുതിയിട്ട് പിന്നീട് നമ്മൾ ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ചെറിയ വാക്കുകൾ ഉണ്ടാക്കണം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ച എന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് എഴുതാലോ. പൂ ച. പുള്ളി കാണുന്നില്ലേ? പൂച്ച പൂച്ച നമുക്ക് എഴുതാം. അപ്പൊ അതുപോലെ രസകരമായ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് എഴുതി നോക്കണം. ഇൻഷാ അല്ലാ എഴുതൂലേ? എഴുതൂ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.